സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അമ്മുവിന്റെ പെങ്ങളായോണ്ട് പറയല്ല, വിവരക്കേട് കുറച്ച് കൂടുതലുണ്ടെങ്കിലും ബുദ്ധിയില്ലായ്മയില് ഒട്ടും കുറവല്ല. തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാതെ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാതെ ഇവിടെ ജനിച്ചത്. നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. എന്റെ മോളിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. നല്ല അഭിപ്രായം പറയണ. എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ചാടും, നന്നായി പാട്ട് പാടും. വേണ്ട, പാട്ട് വേണ്ട, പാട്ട് വേണ്ട, വേണ്ട, ബോറായി. എന്നാ പാട്ട് ഡാൻസ് പറയാം. നന്നായി ഡാൻസ് ചെയ്യും. ഞാൻ ഡാൻസിന്റെ കാര്യം പറയാം. ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഓടുന്ന കാര്യം പറയാം. എന്തെങ്കിലും പറയും. എന്റെ മകള് ചെറുപ്പം മുതലേ നല്ല ഡാൻസിലും പാട്ടിലും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. ഗുജറാത്തി കഥളകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. പഠിക്കാനും നല്ല മുടിക്കായിരുന്നു, എല്ലാം കൊണ്ടും മുടിക്കാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെയാണല്ലോ സഞ്ജുവിനെ ഞങ്ങൾക്ക് കിട്ടിയതും. എന്താണ്ട് ഉറക്കം വരുന്നു. ഈ കല്യാണം നടക്കാൻ എല്ലാ തരത്തിലും ഉത്തരവാദിത്വം ഞാനാണ്. പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാൻ ഈ നിലയിലെത്തിയില്ലേ. അമ്മൂന്ന് പറയുന്നത് ഇന്നൊരു ഡ്രീം ഡേ ആണ്. இன்னைக்கு துர்காஷ்டமி. உன்னை நான் கொன்னு ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അവളുടെ ഒരു സ്റ്റോറി ഉണ്ട്, ഇവർ രണ്ടുപേരും ഒരു സ്റ്റോറി. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കഥ. സീനൊന്ന് പകൽ, കിഴക്കേ പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ 6 വർഷം മുമ്പ് ഞാൻ എന്റെ കസിന്റെ അവിടെ, എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞ കസിന്റെ അവിടെ ഒരു പൂരത്തിനെ പോയി. പണ്ട് മുതലേ അവളെന്നോട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എങ്ങനെ കേട്ടും ഇപ്പോഴുള്ളത് പറയും. വിജൃംഭിച്ചത് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അപ്പോഴാണ് ആദ്യം പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സായി, നല്ല കമ്പനിയായി. അപ്പൊ ഒരു സ്പാർക്ക്. എന്താടാ, എന്ത് പറ്റി? ഈ വയറല്ലമ്മ. പക്ഷെ അവനും ഏട്ടനും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഫ്രണ്ട്സിന്റെ പെങ്ങളിനോട് ഒരു ഇഷ്ടം തോന്നിയാൽ പറയാൻ പറ്റില്ലല്ലോ. അളിയ, നമ്മൾ ഈ കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിക്കുന്നതിനെ കുറിച്ച് എന്താ? കണ്ണടിച്ച് പൊട്ടിക്കണം, പിന്നല്ലാണ്ട്. കാരണം അത്ര നല്ലവനാണ്. അപ്പൊ ഇഷ്ടം പറഞ്ഞേയില്ല. ഞങ്ങളോട് പറയാറുണ്ട്, അമ്മ നീ അവിടെ സ്റ്റോറി പറയുന്നേട്ടോ, ഞാൻ അപ്പുറത്തെ ഭാഗത്തോടെ ഓടിപ്പോ. എനിക്ക് പറഞ്ഞു തട്ടുള്ളൂ, ഞാൻ ആദ്യം നോക്കില്ല, ഞാൻ ഇഷ്ടം പറഞ്ഞു. പക്ഷെ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞേയില്ല. പക്ഷെ അതല്ല, എന്താ പറയാ, നീ ഒന്നും പണയണ്ട. പിന്നെ ഞാൻ സിനിമ സ്റ്റൈല് പ്രപ്പോസിംഗ് ആയി, റോട്ടിൽ മുട്ടുകുത്തി റോഡ് ഫ്ലവറോട്ട് പ്രപ്പോസിംഗ് ആയി. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. പ്രപ്പോസ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. ഒരു വർഷം ഞാൻ കരഞ്ഞു മുട്ടി മോങ്ങിയ മോലിരുന്നു, എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ലാസ്റ്റ് ആൾക്ക് മനസ്സിലായി എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാണ്, ഞാൻ അവനെയും കൊണ്ടേ പോയുള്ളൂ. ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. ഇന്നാ ഉള്ള ഈവന്റ്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് എന്നോട് ആയിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു. 6 വർഷമായി സ്റ്റിൽ ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കണം.
ഒത്തിരി ഹാപ്പി അവൾക്ക് വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ടും ചേട്ടന് വേണ്ടിയിട്ട്. ഞാൻ പോകുന്നു.